ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹനോയിൽ തന്നെയാണ്. ഹനോയിലെ ഒന്നാം ദിവസമാണിത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഹനോയിലെ ഹോൻകീം ലേക്ക് എന്ന് പറയുന്ന ഒരു പ്രധാന ലേക്കിൻ്റെ അടുത്താണ്. ഹനോയിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോൻകീം ലേക്ക് നഗരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായതും മനോഹരമായതുമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. നഗരത്തിന്റെ തിരക്കിനിടയിലും ശാന്തമായ ഒരു അന്തരീക്ഷം നൽകുന്ന ഈ തടാകം രാവിലെയും വൈകുന്നേരവും നാട്ടുകാരുടെ പ്രധാന സംഗമ കേന്ദ്രമാണ്. ചർച്ച്, ഓൾഡ് ക്വാർട്ടർ, അതേപോലെ ഈ ലേക്ക് എല്ലാം അടുത്തടുത്തായിട്ടാണ് ഏകദേശം വരുന്നത്. ഇഷ്ടം പോലെ നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ ഇഷ്ടം മാതിരി ആൾക്കാരും ഇവിടെ നടക്കാനും പിന്നെ നല്ല റിലാക്സിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നുണ്ട്. ഇവിടെയുള്ളവരായാലും സഞ്ചാരികളായാലും. ഇവിടെ നടക്കുന്ന വഴികളിൽ തന്നെ കുറേ ടൂർ ഡെസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് പാക്കേജ് എടുത്തിട്ട് ടൂർ ബുക്ക് ചെയ്യാം. അതേപോലെ കുറേ കഫേകളും കാര്യങ്ങൾ, ഐസ്ക്രീം സെൻറ്ററുകൾ, അങ്ങനെ ഇഷ്ടംമാതിരി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കാരണം നടക്കുമ്പോൾ നമുക്കൊരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ട്. അതിനിടയിൽ ഞങ്ങളും 2 ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് മെല്ലെ നടന്നു. ഐസ്ക്രീം അല്ല, നമ്മുടെ നാട്ടിലെ കോലൈസിലെ ആ ഒരു സംഭവമാണ്. തടാകത്തിന്റെ നടുവിലുള്ള ചെറിയ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തടാകത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നീളുന്ന മനോഹരമായ ചുവന്ന ഹുക്ക് ബ്രിഡ്ജുകൾ കാഴ്ചയ്ക്ക് കൂടുതൽ നിറം പകരുന്നവയാണ്. വൈകുന്നേരം ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ ഈ ഭാഗത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞാൽ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും വിടൂല. ഫുള്ള് നടക്കാനുള്ള ഒരു സ്പേസ് മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതിലൂടെ നടന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ്. അതിൻ്റെ വീഡിയോ വേറെ തന്നെയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹനോയിൽ എത്തിയിട്ട് അന്നേ ദിവസം തന്നെ മാക്സിമം പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസെൻസ് വില്ലേജ്, അതേപോലെ ചർച്ച്, ട്രെയിൻ സ്ട്രീറ്റ്, അതേപോലെ നൈറ്റ് മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ മാക്സിമം അന്നേ ദിവസം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ കാണുന്ന ചെറിയൊരു സൈക്കിൾ മോഡലുള്ള ഒരു വണ്ടിയിൽ അത് ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു വൈബായിരിക്കും. നല്ല ഓപ്പണായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് നമ്മുടെ നൈറ്റ് മാർക്കറ്റിലേക്കാണ്. അത്യാവശ്യം വലിയൊരു നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അത്. അവിടെ അധികം ഉണ്ടായിരുന്നത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് നമുക്കതിൽ ആസ്വദിച്ച് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ആളുണ്ട്, മുട്ടി പോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡ്, ബാൻമി, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം ഒന്നും തിന്നാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ഫുഡ് ഐറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു. അതിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഈ നീരാളി, ചെമ്മീൻ അങ്ങനത്തെയൊക്കെ ഈ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ട് ഇങ്ങനെ തീക്കനലിൽ ചുടുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നോക്കി. അതിന്ന് ഏതോ 1-2 ഐറ്റം വാങ്ങി കഴിച്ച്. പിന്നെ ഇതെന്തോ ഒരു സ്മോക്ക് ബോൾ അങ്ങനെ എന്തോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ തെർമോക്കോൾ ബോക്സിൽ നിന്ന് നിറയെ പുക പോകുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു രസം. അങ്ങനെ അതും കുറച്ച് നോക്കിയിരുന്നു. പിന്നെ കുറച്ചധികം നടക്കുമ്പോൾ തന്നെ നല്ല ചൂടും ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ എങ്ങനെയെങ്കിലും ഒരിക്കൽ റൂമിലെത്തിയാൽ മതി എന്നുള്ളൊരു രീതിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ ഹനോയിലെ അടുത്ത വിശേഷങ്ങൾ, ഹാലോംബേയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.